ആദ്യം ശ്രീ എ സജീവൻ, തെരഞ്ഞെടുപ്പ് ചുരുക്കം പ്രചരണ ദിവസം ലഭിക്കുന്ന തരത്തിലാണ് പ്രഖ്യാപനം വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് തൊടുത്ത ആരോപണം വളരെ വലിയ ആരോപണങ്ങളായി അതിന് മറുപടി പറഞ്ഞ് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുകയാണ്. 10 സീറ്റുകളിൽ ഡീൽ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞത് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഡീൽ ആരോപണം വ്യക്തമാകുമെന്നതാണ്. തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലൊക്കെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇപ്പോൾ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ അവർ പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് സർക്കാരിനെ നിലനിർത്തുന്നത്, മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാം. സതീശൻ മാത്രമല്ല, അപ്പോൾ ഇതിന് പകരമായിട്ട് ഗോവിന്ദൻ മാഷാണെങ്കിലും മറ്റ് A.V. ജയരാഘവനാണെങ്കിലും മറ്റ് CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഇതേ കാര്യം പറയുന്നത്. കോൺഗ്രസും BJP-യും തമ്മിലാണ് ഡീലുള്ളത്. കോൺഗ്രസും പഴയ കോലീബി സഖ്യം പോലെ അത് പല സ്ഥലത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് ഇത് കഴിഞ്ഞ ദിവസം ഈ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് ഈ ഡീലുള്ളത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്, UDF-ഉം CPM-ഉം തമ്മിലാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഈ ആരോപണങ്ങൾ ഇവർക്ക് പരസ്പരം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. 2 ലക്ഷ്യം അതിനുണ്ടാകാം. ഒന്ന്, എന്തെങ്കിലും ഒരു തട്ടുകേട് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായാൽ, അതായത് പരാജയം സംഭവിച്ചാൽ, അപ്പോൾ പറയാനുള്ള ന്യായീകരണങ്ങളൊന്നും ഇതായിരിക്കും. അതായത് ഇവർ തമ്മിലുള്ള ഡീൽ കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പരിധി വരെയെങ്കിലും ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വെച്ചുകൊണ്ട് അനുകൂലമായിട്ടുള്ള വോട്ട് നേടിയെടുക്കുക. ഇപ്പൊ സതീശൻ പറയുന്ന 10 സ്ഥലങ്ങളിലെ ഡീല് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടും അദ്ദേഹം മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ന സ്ഥലങ്ങളിൽ ഇതാ ഡീൽ എന്ന് പറയണം. നേരത്തെ കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രൂപത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന് കാര്യം അത് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാലക്കാട്ട് UDF-ന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ LDF സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വെച്ചപ്പോൾ അത് BJP CPM അല്ല BJP LDF ഡീലാണ് എന്നാണ്. ഇത് എങ്ങനെയാണ്? UDF-ന്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ തന്നെയാണല്ലോ CPM ആണെങ്കിലും BJP ആണെങ്കിലും ശ്രമിക്കുക. ഇതേ കാര്യമാണ് UDF-ഉം ശ്രമിക്കുക. LDF-ന്റെ വോട്ടോ അല്ലെങ്കിൽ NDA-യുടെ വോട്ടോ ഒക്കെ ഭിന്നിപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതുകൊണ്ടാണ് കളം മാറിച്ചാടിയിട്ടുള്ള G. സുധാകരനും TK ഗോവിന്ദനും അതേപോലെ തന്നെ ഇപ്പുറത്ത് ശശിക്കൊക്കെ PK ശശിക്കൊക്കെ സീറ്റ് കൊടുക്കുകയും അവരെ തങ്ങളുടെ പക്ഷത്ത് ചേർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് കാരണം ഈ വോട്ട് ഭിന്നിപ്പിക്കലാണ്. ആ ഭിന്നിപ്പിക്കൽ ശ്രമം എല്ലാ പാർട്ടികളും നടത്തേണ്ടതുമാണ്. കാരണം ജയിക്കാനാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡീലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്ത്രങ്ങൾ എപ്പോഴും എല്ലാ പാർട്ടികളും മുന്നണികളും നടത്താറുണ്ട്. അതും അപ്പുറത്തായിട്ടുള്ള ഡീല് പണ്ടുണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ പഴയ കോഴിക്കോട് ജില്ലയിലുള്ള വടകരയിലും ബേപ്പൂരും നടന്ന കോലീബി സഖ്യമാണ്. ആ കോലീബി സഖ്യം പരസ്യമായിരുന്നു. 2 വ്യക്തികൾക്ക്, സ്വതന്ത്രന്മാരായി നിന്നുള്ള 2 വ്യക്തികൾക്ക് അവിടെ എല്ലാ പാർട്ടികളും കോൺഗ്രസും ലീഗും BJP-യും ഒക്കെ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയുള്ള പരസ്യമായിട്ടുള്ള ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു. അതേപോലെ അല്ലാതെ നടന്നതിനെ കുറിച്ച് പഴയ BJP-യുടെ നേതാക്കന്മാർ പലപ്പോഴും പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോ അവിടെ ഡീലുണ്ടായിരുന്നു, ഇവിടെ ഡീലുണ്ടായിരുന്നു ഒക്കെ. ആ സമയത്ത് BJP-യുടെ വോട്ട് മറിയാന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം 3% മുതൽ ഒരു 5%, 6% വരെയാണ് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും BJP-യുടെ വോട്ട് ഷെയർ. ആ 3% കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ചില നീക്കുപോക്ക് അപ്പുറപ്പോ ഇപ്പുറത്തോ കൊടുക്കാറുണ്ട്. അത് സമ്പത്തിന്റെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ പണ്ടുണ്ടായിരുന്നു, അതല്ലാതെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ BJP വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. 16% വോട്ട് ഷെയർ ഒക്കെ ഉള്ള മണ്ഡലങ്ങൾ അവർക്കുണ്ട്. അവർ 47 മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് വേണമെങ്കിൽ മുട്ടി ജയിക്കാവുന്ന സ്ഥലങ്ങൾ എന്ന രീതിയിൽ. അപ്പോ
അവിടെയൊക്കെ ഡീൽ ഉണ്ടാക്കി തീർക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ഇപ്പൊ ഡീൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അത് വ്യക്തമായ തെളിവുകളോട് കൂടി അല്ലാത്തത് കൊണ്ട് ആ ഡീൽ ആരോപണങ്ങളെ ഞാൻ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന്, പിന്നീട് രക്ഷപ്പെടാനുള്ള തന്ത്രം, അതല്ലെങ്കിൽ വോട്ട് ആ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൂടുതൽ വോട്ട് നേടിയെടുക്കാനുള്ള ഒരു തന്ത്രം. ഇതൊരു തന്ത്രപരമായ നീക്കം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് രണ്ട് തരത്തിലാകാം എന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, ദയവായി തുടരുക. ശ്രീ അനുരാജ്, നോക്കൂ, എന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡീൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒരു ഭാഗത്ത് BJP ഉണ്ട് എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തരത്തിലുള്ള ഡീലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ BJPക്ക് ജയസാധ്യതയുള്ള അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സാധ്യതകൾ പോലും പ്രയോജനപ്പെടുത്താതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അതിന് പകരമായി പാലക്കാട് BJPക്ക് അനുകൂലമാകുന്ന തരത്തിൽ UDFന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ഇതാണ് പ്രധാന ആരോപണം. BJPയെ സംബന്ധിച്ച് മറുപടി പറയേണ്ടുന്ന വിഷയമാണ്. പക്ഷേ ആ രീതിയിൽ അതിന് മറുപടി പറഞ്ഞു പോകാൻ പോലും BJP ശ്രമിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എല്ലാ കാലത്തും സംശയ നിഴലിൽ നിന്നിട്ടുള്ള BJPയെ സംബന്ധിച്ച് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലാണോ? അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ? താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. അതുകൊണ്ട് അത് തന്നെയായിരിക്കണം BJP നേതൃത്വം അതിന് മറുപടി പറയാത്തത്. കാരണം ഇപ്പൊ ഇവിടെ നമ്മുടെ ശ്രീ സജീവേട്ടൻ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുന്ന സമയത്ത് അതിന് ഒരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ മാത്രമാണിത്. അപ്പൊ അതിനകത്ത് കോൺഗ്രസും CPM യോജിക്കുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ രണ്ടു പക്ഷത്തിനും ആശങ്കയുണ്ട്. അപ്പൊ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് തന്നെ. നമ്മൾ ആശങ്കയെ കുറച്ചു കാണേണ്ട കാര്യമില്ല. ആശങ്കയ്ക്കുള്ള അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുകയാണ്. അത് തുറന്നു പറയാൻ സത്യത്തിൽ CPM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം മടിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വളച്ചൊടിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരു മുന്നണി യാഥാർത്ഥ്യമാകുകയാണ്. NDA എന്ന് പറയുന്ന ഒരു മുന്നണി ഇപ്പൊ UDF-നും LDF-നും സമാനമായൊരു മുന്നണി രൂപപ്പെടുകയാണ്. നമുക്ക് UDF-ഉം LDF-ഉം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. രണ്ട് മുന്നണികളിലും ആൾബലമുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് CPM ആണെങ്കിൽ മറുവശത്ത് കോൺഗ്രസ് ആണ്. UDF-ൽ കുറച്ച് ലീഗ് കൂടെ ഉണ്ടെന്ന് പറയാം. പക്ഷെ CPI ഒക്കെ താരതമ്യേന ശക്തി കുറഞ്ഞ പാർട്ടികളാണ്. പിന്നെ ഉള്ളതെല്ലാം വളരെ ചെറിയ ചെറിയ പാർട്ടികളാണ്. പ്രാദേശികമായി 1-2 മണ്ഡലങ്ങളിലൊക്കെ ജയിക്കാൻ മാത്രം സാധിക്കുന്ന പാർട്ടികളാണ്. അപ്പൊ ഇത് ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ NDA-യിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. NDA-യിലും ഇത്തരത്തിലുള്ള കൂടുതൽ ഘടകകക്ഷികൾ വരുന്ന, ഇനിയും പാർട്ടികൾ ചേരാൻ തയ്യാറായി നിൽക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലോ ഇപ്പൊ നേതാക്കന്മാര് എല്ലാ പാർട്ടിയിലും, നമുക്ക് CPM നോക്കിയാലും കോൺഗ്രസ് നോക്കിയാലും ഒക്കെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാര് ഒഴുകുന്നത് ഏത് പാർട്ടിയിലേക്കാണെന്ന് വെച്ചാൽ BJP-യിലേക്കാണ്. അപ്പൊ ആ രീതിയിൽ BJPക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യം പിന്നെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.